ഇലക്ട്രിക് തയ്യൽ മെഷീനുകളിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള സിംഗർ പ്രോമിസ് 1409 എന്ന പ്രോഡക്റ്റാണിത്. വിവിധ തരത്തിലുള്ള സ്റ്റിച്ചസ് ചെയ്യാൻ പറ്റുന്ന വളരെ എക്കണോമിക് ആയിട്ടുള്ള സിംഗറിൻ്റെ ഈ മെഷീൻ പല ഷോപ്പിംഗ് സൈറ്റുകളിലെയും ബെസ്റ്റ് സെല്ലറാണ്. 12,900 രൂപ വിലയുള്ള ഈ മെഷീൻ 8,200 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. ഇലക്ട്രിക് മെഷീൻ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ വിവിധ ഭാഗങ്ങളെപ്പറ്റിയും കൂടെ ലഭിക്കുന്ന വസ്തുക്കളെപ്പറ്റിയും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരം സംശയങ്ങൾ നീക്കാനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. പവർ കോഡ് കണക്ട് ചെയ്ത ശേഷമാണ് മെഷീൻ പ്രവർത്തിപ്പിക്കാനായി സാധിക്കുന്നത്. പവർ കോഡിനൊപ്പം കാലുകൊണ്ട് സ്പീഡ് നിയന്ത്രിക്കാൻ സാധിക്കുന്ന കൺട്രോളറും ഉണ്ട്. സാധാ തയ്യൽ മെഷീന്റെ ചക്രം പോലെ ഇവിടെ ഒരു ഹാൻഡ് വീൽ ഉണ്ട്. സൂചി താഴ്ത്തുവാനും ഉയർത്തുവാനും ഈ ഹാൻഡ് വീൽ വേണം ഉപയോഗിക്കാൻ. ഈ കാണുന്നതാണ് ബോബിൻ വൈൻഡിംഗ് സ്പിൻഡിൽ. ഇതാണ് വൈൻഡിംഗ് സ്റ്റോപ്പർ. ബോബിനിൽ നൂൽ ചുറ്റുന്നതിന് നമ്മൾ ഇത് രണ്ടുമാണ് യൂസ് ചെയ്യുന്നത്. നൂലുകൾ ഇടുന്നതിന് വേണ്ടി 2 സ്പൂൾ പിൻസും ഉണ്ട്. മെഷീനിന്റെ ഹാൻഡിലിന്റെ അടുത്തായി കാണുന്നത് മുകൾ ഭാഗത്തെ നൂലിന്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡയലാണ്. സാധാരണയായി 4 ടെൻഷനായിട്ട് ഉപയോഗിക്കുക. ഈ ഒരു ഹുക്ക് ഉപയോഗിച്ചാണ് നൂല് ഹോൾഡ് ചെയ്യുന്നത്. ബോബിനിൽ ചുറ്റാനായിട്ടും തുണി തയ്ക്കാനും നൂല് വലിക്കുന്നത് ഇതിനിടയിലൂടെയാണ്. ഈ ഒരു വീൽ ഉപയോഗിച്ചിട്ടാണ് സ്റ്റിച്ചിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അകന്നതോ അടുത്തതോ ആയ സ്റ്റിച്ചസ് വേണമെങ്കിൽ ഇവിടെ ലെങ്ത് ചൂസ് ചെയ്താൽ മതിയാകും. വിവിധ പാറ്റേണുകൾ സെലക്ട് ചെയ്യാൻ ഈ വീലാണ് യൂസ് ചെയ്യേണ്ടത്. നോർമൽ സ്റ്റിച്ച്, സിക്സാക് സ്റ്റിച്ച്, ബട്ടൺ ഹോൾ, വിവിധ തരത്തിലുള്ള എംബ്രോയിഡറി സ്റ്റിച്ചസ് ഒക്കെ സെലക്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. റിവേഴ്സ് സ്റ്റിച്ചിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ ഒരു ലിവറാണ്. ഇത് താഴേക്ക് പ്രസ് ചെയ്യുമ്പോൾ സ്റ്റിച്ചിങ് പുറകിലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് എളുപ്പത്തിൽ നൂല് കട്ട് ചെയ്യാനായി സാധിക്കും. സാധാരണയായി ഉപയോഗിക്കുന്ന പ്രസർ ഫുഡ് ആണിത്. ഇത് മാറ്റി മറ്റു ഫുഡ്സ് വെക്കാനായി സാധിക്കും. ഇത് ഒരു സ്റ്റോറേജ് ബോക്സ് ആണ്. ഇത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇത് മാറ്റിയാലാണ് നമുക്ക് ബോബിൻ വെക്കാനായിട്ട് സാധിക്കുന്നത്. ഈ മെഷീനിനൊപ്പം കിട്ടുന്ന മറ്റ് ആക്സസറീസ് ആണിവ. സിബ് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രസർ ഫൂട്ടാണിത്. ബട്ടൺ ഹോള് സ്റ്റിച്ച് ചെയ്യാൻ ഈ പ്രസർ ഫൂട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ഇതിൽ ബട്ടൺ ഹോളിന്റെ നീളം അളക്കാനും സാധിക്കും. ബട്ടൺസ് വെക്കാനായി ഈ ഒരു പ്രസർ ഫൂട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഇത് എൽ ഷേപ്പിലുള്ള ഒരു സ്ക്രൂ ഡ്രൈവർ ആണ്. സ്റ്റിച്ചസ് റിമൂവ് ചെയ്യാനും ബട്ടൺ ഹോളിന്റെ ഇടയിലൂടെ തുണി മുറിക്കാനുമൊക്കെ യൂസ് ചെയ്യുന്ന ചെറിയൊരു സൂചിയാണിത്. ഇത് നൂല് വെക്കുന്നതിന് മുൻപായി സ്പൂൾ പിന്നിൽ വെക്കാനായി ഉപയോഗിക്കുന്ന ചെറിയ സോഫ്റ്റ് ബെൽറ്റ് ആണ്. കൂടാതെ ഒരു ബോബിൻ കേസ്, 3 എക്സ്ട്രാ തയ്യൽ സൂചികൾ, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് തയ്ക്കാൻ സഹായിക്കുന്ന ഒരു ക്വിൽറ്റിംഗ് ഗൈഡ്, 3 ബോബിൻസ്, പിന്നെ ഒരു ഡാർണിംഗ് പ്ലേറ്റ്, ഇവയെല്ലാം ഈ കൂടെ നമുക്ക് കിട്ടും. ഡാർണിംഗ് പ്ലേറ്റ് എംബ്രോയിഡറി ചെയ്യുമ്പോഴും ബട്ടൺ തയ്ക്കുമ്പോഴുമെല്ലാം നീഡിൽ പ്ലേറ്റിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് തയ്യൽ മെഷീൻ ഒന്ന് പ്രവർത്തിപ്പിച്ചു നോക്കാം. ഇവിടെ പവർ കോഡ് കുത്തിയ ശേഷം പ്ലഗിൽ കണക്ട് ചെയ്യുക. സ്പീഡ് കൺട്രോളർ കാലുകൊണ്ട് പ്രവർത്തിപ്പിക്കാൻ പാകത്തിന് സൗകര്യപ്രദമായിട്ട് വെക്കുക. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തുണി വയ്ക്കുന്ന ഭാഗത്ത് ലൈറ്റ് തെളിയും. ഓരോ തവണയും സ്റ്റിച്ചിങ് കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്തിടുന്നത് നന്നായിരിക്കും. ആദ്യമായിട്ട് ബോബിനിൽ നൂൽ ചുറ്റുന്നത് എങ്ങനെയാണെന്ന് കാണാം. സ്പൂൾ പിന്നിൽ നൂല് വെച്ച ശേഷം നൂൽ വലിച്ച് ഈ ബട്ടൺസ് പോലെയുള്ള ബോബിൻ ത്രെഡ് ഗൈഡിൽ ചുറ്റി ഇങ്ങനെ നൂലെടുത്ത ശേഷം
അറ്റം ബോബിനുള്ളിലുള്ള ദ്വാരത്തിനുള്ളിലേക്ക് കയറ്റുക. വൈൻഡിംഗ് സ്പിൻഡിലിലേക്ക് ബോബിൻ വെച്ച ശേഷം സ്പിൻഡിൽ വലതുവശത്തേക്ക് നീക്കി വെക്കണം. എങ്കിൽ മാത്രമേ ബോബിൻ വൈൻഡിംഗ് സാധ്യമാവുകയുള്ളൂ. സ്പിൻഡിൽ ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കില്ല. നൂലിൻ്റെ അറ്റത്ത് വലിച്ചു പിടിച്ചുകൊണ്ട് വൈൻഡിംഗ് സ്റ്റോപ്പർ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി സ്പീഡ് കൺട്രോളർ പ്രസ് ചെയ്യുമ്പോൾ നൂൽ ബോബിനിൽ ചുറ്റുന്നു. ആവശ്യത്തിന് നൂല് ചുറ്റിക്കഴിയുമ്പോൾ സ്പിൻഡിൽ ഇടത്തേക്ക് മാറ്റിയിട്ട് ബോബിൻ എടുക്കുക. സ്റ്റോറേജ് ബോക്സ് മാറ്റിയ ശേഷം ബോബിൻ കേസിലിട്ടിട്ട് മെഷീനിലേക്ക് വെക്കാവുന്നതാണ്. തുണി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നൂലിടുമ്പോൾ ഈ ബട്ടൺ ഷേപ്പിലുള്ള ത്രെഡ് ഗൈഡിൻ്റെ താഴെയുള്ള ഈ ഹുക്കിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ വേണം നൂലിടാനായിട്ട്. നൂല് താഴേക്ക് വലിച്ച് ആരോ മാർക്ക് നോക്കി നൂൽ മുകളിലേക്ക് യു ഷേപ്പിൽ എടുക്കുക. ശേഷം ഹാൻഡ് വീൽ ഉപയോഗിച്ച് ഇവിടുത്തെ ഈ ഹുക്ക് മുകളിലേക്ക് ഉയർത്തി നൂല് ഇത്തരത്തിൽ താഴേക്കാക്കുക. ഇപ്പോൾ നൂല് ഈ ഹുക്കിൻ്റെ ഉള്ളിലായി. ഇനി താഴെയുള്ള ഈ ഹുക്കിലൂടെ നൂൽ എടുത്ത് സൂചിയിൽ കയറ്റുക. ഇനി നമുക്ക് തുണി സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തുണി വച്ചിട്ട് ഈ പ്രസർ ഫുട്ട് ലിഫ്റ്റർ ഉപയോഗിച്ച് താഴേക്കാക്കുക. ഹാൻഡ് വീൽ ഉപയോഗിച്ച് സൂചി താഴേക്ക് വെക്കുക. സൂചി താഴേക്കാക്കുമ്പോൾ നൂലിൻ്റെ ഒരറ്റത്ത് വലിച്ചു പിടിക്കാനായി ശ്രദ്ധിക്കുക. സ്റ്റിച്ച് ടെൻഷൻ, സ്റ്റിച്ച് ലെങ്ത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം സ്പീഡ് കൺട്രോളറിൽ ചവിട്ടി കൊടുക്കുക. റിവേഴ്സ് സ്റ്റിച്ചിന് വേണ്ടിയിട്ട് ഇവിടെ പ്രസ് ചെയ്യുക. തയ്ച്ച് കഴിഞ്ഞ ശേഷം തുണി എടുത്തിട്ട് നൂൽ ഈ കട്ടർ ഉപയോഗിച്ച് മുറിക്കാവുന്നതാണ്. സിംഗർ പ്രോമിസ് 1409 എന്ന ഈ ഇലക്ട്രിക് തയ്യൽ മെഷീൻ വാങ്ങിയിട്ടുള്ളവരും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ അറിയാതെയുള്ളവർക്കും എല്ലാം ഈ വീഡിയോ ഉപയോഗപ്രദമായി എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുകയും ചെയ്യണേ. ഇത്തരം കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.